പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വിക്രവും വേദയും പിരിഞ്ഞ് രണ്ടിടത്തായി താമസിക്കുമ്പോൾ അവർ തമ്മിലുള്ള അകലം കൂടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള മനസ്സിന്റെ അടുപ്പം കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. പിരിയാനാവാത്ത വിധം തമ്മിൽ പ്രണയിക്കുന്നുണ്ടെന്ന്. അങ്ങനെ വിക്രം വേദയെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാനായി അല്ലെങ്കിൽ ഏത് വീട്ടിലേക്ക് തിരികെ വരാനായി എന്നും ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദൃശ്ചികമായി അമ്പലത്തിൽ വെച്ച് ദീപ്തിയെ കാണുന്നുണ്ട്. അന്നേരം ദീപ്തി ചോദിക്കുന്നുണ്ട്, വിക്രം ചേട്ടൻ രാവിലെ അങ്ങനെ ക്ഷേത്രത്തിൽ വരാറില്ലല്ലോ. വിക്രം പറയുന്നുണ്ട്, മനസ്സിന് സമാധാനം കിട്ടാൻ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. ഞാനും വേദയും ഇവിടെ വരാറുണ്ട്. ഇത് കേട്ട് ദീപ്തി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം ചേട്ടൻ ചേച്ചീനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. ആ മുഖം കാണുമ്പോ അറിയാലോ. ഞാൻ ചേച്ചീനെ വിളിച്ചതാ എന്റെ കൂടെ വരാനായി, പക്ഷെ വന്നില്ല. അന്നേരം വിക്രം ദീപ്തിയോട് ചോദിക്കുന്നുണ്ട്, വേദയ്ക്ക് സുഖം തന്നെയല്ലേ? അന്നേരം ദീപ്തി പറയുക, ചേച്ചിക്ക് ഒരു സന്തോഷവും ഇല്ല. ആ മുറി വിട്ട് ചേച്ചി ഇറങ്ങാറ് കൂടിയില്ല. എപ്പോഴും ചേച്ചിയുടെ മുറിക്കുള്ളിൽ തന്നെയാ. ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട് മുറിയിലോട്ട്. അന്നേരം ആ വിക്രം ചേട്ടന് കാര്യം ചോദിക്കാറുണ്ട്, എന്തിനാണ് ചേച്ചി വിക്രം ചേട്ടനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ ചേച്ചി പറയുന്ന മറുപടി, കുറച്ചുനാൾ മാറി നിൽക്കുവെന്നാണ്. ഒരിക്കലും ചേട്ടനെ പിരിയാൻ ചേച്ചിക്കാവില്ല. നേരം വിക്രം ഇത് കേട്ട് ദീപ്തിയോട് പറയുന്നുണ്ട്, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അവൾ എവിടുന്ന് പോയത്? എന്നെ തോൽപ്പിക്കാനോ? എന്നാ പറഞ്ഞേക്ക്, ഞാൻ അവളുടെ മുന്നിൽ തോറ്റെന്ന്. ഇനിയെങ്കിലും തിരിച്ചു വരാൻ അവളില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറയേ. ഇത് കേട്ട് ദീപ്തി പറയുക, രണ്ടുപേരുടെ മനസ്സിൽ ഇതേപോലെ സ്നേഹമുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഏട്ടൻ വന്ന് ചേച്ചിയോട് സംസാരിക്കും. വിക്രം പറയുക, ഒരിക്കൽ ഞാൻ വന്നതാണ് എന്നവള് ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഇനി എന്റെ മുഖം കാണണ്ടെന്ന ഏത് പറഞ്ഞത്. ഇത് കേട്ട് വിഷമത്തോടെ ദീപ്തി പറയുക, പറഞ്ഞത് കേട്ടായിരുന്നു, വിക്രം ചേട്ടൻ ഒരു ദിവസം വന്നിരുന്നു എന്ന്. അന്ന് ചേച്ചി ഒരുപാട് വിഷമിച്ചു. ഞാൻ കണ്ടതാ. രാത്രി സത്യം പറഞ്ഞ ചേച്ചി ഉറങ്ങാറില്ല, ഭക്ഷണം പോലും ശരിക്കും കഴിക്കാറില്ല. ചേച്ചി വന്നതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം അവ കണ്ടുപിടിക്കേണ്ടത്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്ത് കാരണമായാലും എന്നോട് അവൾക്ക് പറയാമായിരുന്നില്ലേ? ഓരോ ദിവസവും ഓരോ നിമിഷവും അവള് വീട്ടിലേക്ക് വരുന്നതും കാത്ത് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയണം. വിഷമത്തോടെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട്. വിഷമത്തോടെ ദീപ്തി മനസ്സിലാക്കുന്നുണ്ട്, ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? എന്തിനായിരിക്കും ഏതേച്ചി വിക്രം ചേട്ടന്റെ സ്നേഹം ഉണ്ടില്ലാന്ന് നടിച്ച് സങ്കടം സഹിച്ച് കിച്ച് ജീവിക്കുന്നത്? അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ദീപ്തി വീട്ടിലേക്ക് പോകുന്നുണ്ട്. വിക്രം വിഷമത്തോടെ വീട്ടിലേക്ക് വരുക. വിക്രത്തിന്റെ സങ്കടം കണ്ട് മാഷിനും ഒത്തിരി വിഷമം തോന്നുന്നുണ്ട്. വിക്രം മാഷിന് പ്രസാദം കൊടുക്കുന്നുണ്ട്. മാഷ് പറയുക, ഏത് പോയിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഏതമോൾ ഇവിടെ ഇല്ലാത്തതിന്റെ സങ്കടം എനിക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഏത ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഏതയുടെ സ്നേഹം നീ മനസ്സിലാക്കിയില്ല. അപ്പോൾ വേദ പോയപ്പോ ആ സ്നേഹത്തിന്റെ വില നീ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാൻ ചിലപ്പോ വേദയോടുള്ള സ്നേഹം നീ അറിയിക്കാനാവും ഈ വേർപിരിയൽ. അന്നേരം വിക്രത്തിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നന്ദിനിയും കമലവും വരുക. വിക്രത്തിനെ നോക്കി പറയുന്നുണ്ട്, ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്നറിഞ്ഞിട്ടും വേദ തിരികെ വന്നില്ലെങ്കിൽ ഇതിനെന്താ മാഷ അർത്ഥം? വേദ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് തന്നെയല്ലേ? ഇത് കേട്ട് വിക്രത്തിന്റെ പൊട്ടുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് നന്ദിനി പറയുക, അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായി ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു. അവനോട് ഇച്ചിരിയെങ്കിലും സ്നേഹവും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവള് വെറുതെ ഒരു കാരണവും ഇല്ലാതെ വീട് വിട്ട് ഇറങ്ങി പോവോ? ശ്രീകാര്യം ശ്രീനിവാസന്റെ പേരും പറഞ്ഞ് അവൾ ഈ വീടിൽ നിന്നും രക്ഷപ്പെട്ടു പോയതാ. അവനേക്കാളും നല്ലത് അഡ്വക്കേറ്റ് കൃഷ്ണ സാറാണെന്ന് അവൾക്ക് തോന്നിക്കാണും. അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാണും. അത് തന്നെ കാര്യം. അത് മാത്രമാണോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ അച്ഛനെ കാണാതായ ആ ദിവസം അവൾ ആരോടും പറയാതെ ഒരു ദിവസം രാത്രിയായപ്പോൾ വീട്ടിലേക്ക് വന്നത്? അന്ന് വിക്രം ചോദിച്ചതാ അവളോട്, വൈകിട്ട് ഞാൻ ഓഫീസിൽ വന്നപ്പോ നീ എവിടുന്ന് പോയിരുന്നെന്ന്. അപ്പോൾ വേദ എന്താ പറഞ്ഞത്? അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് ആരെയോ കാണാൻ പോയെന്ന്. അത് വെറുതെ പറഞ്ഞതാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന്. ഇവള് പോയത് ചിലപ്പോൾ ദൃശ്യസാറിനെ കാണാനായിരിക്കും, അല്ലെങ്കിൽ അവളുടെ വീട്ടില് അന്ന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവൾക്ക് ഈ മാറ്റം. ഇത് കേട്ട് നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. പറഞ്ഞത് ശരിയാണല്ലോ, അവൾ എവിടെയായിരുന്നിരിക്കും ഇത്രയും സമയം? നിന്നും എന്തുകൊണ്ടായിരിക്കും വേദ അത് പറയാത്തത്? ചോദിച്ചപ്പോഴൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചു. ഒന്ന് ഇതാരെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ വിക്രവും ചിന്തിക്കുന്നുണ്ട്. നേരം മാഷി ഇത് കേട്ട് കമലത്തിനോട് ചോദിക്കുക, ആണോ കമലം അങ്ങനെയൊക്കെ സംഭവിച്ചോ? നേരം കമലം പറയുന്നുണ്ട്, അതേ മാഷെ, ഒരു ദിവസം ഏതാ ഒത്തിരി വൈകിയാ വന്നത്. വിക്രത്തിനോടും ഞങ്ങളോടുമൊക്കെ പറഞ്ഞത് ആരെയോ കാണാൻ പോയെന്ന. അതിനുശേഷമാ ഏതൊക്കെ മാറ്റം അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, കണ്ടോ ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയൊക്കെ വേണം. അച്ഛൻ അറിയാമോ, അച്ഛൻ ഇല്ലായിരുന്ന സമയത്ത് അവളുടെ മനസ്സിൽ പല ഉദ്ദേശവും ഉണ്ടായിരുന്നു. വിഷമിച്ചായിരുന്നു നടത്താം. അച്ഛൻ വന്നിട്ടും ആ വിഷമം കൂടിയതേ ഉള്ളൂ അവക്ക്. ഇനിയെങ്കിലും മനസ്സിലാക്ക്. അവളുടെ പേരിങ്ങനെ പാടിക്കൊണ്ട് നടക്കാതെ. വിക്രത്തിന് ഇനി അവള് വേണ്ട. അവളെ ദർശൻ സാർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വിക്രത്തിന് വേറെ കല്യാണം നോക്കണം. ഇത് കേട്ടതും വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. നേരം ഉടനെ പക്ഷെ ദേഷ്യത്തോടെ പറയുക, അന്തേനി എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സംസാരം വേണ്ടെന്ന്. ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ എന്റെ കൈന്റെ ചൂട് നീ അറിയും. മരുമകളാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. കൈനീട്ടി
അടിച്ചിട്ടില്ല ആരെയും. അത് എന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്. അതിര് വിട്ടോ ഇനി എന്റെ നിയന്ത്രണം നഷ്ടമാവും. പറഞ്ഞത് കേട്ടോ. അന്നേരം നന്ദിനി ആകെ വിരണ്ടു നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് നന്ദിനി അകത്തേക്ക് പോവുക. ഇടിച്ചതുപോലെ. അന്നേരം വിക്രം കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ആഷിനോട് പറയുക, വേദയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്ത കാണുവോ അച്ഛ? എന്നെ വേണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവോ? അതുകൊണ്ടായിരിക്കോ അവള് പോയത്. നിരമാഷി പറയുന്നുണ്ട്, നിനക്കറിയില്ലേ വേദേനെ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടിയാണോ വേദ? ഈ വീടിന്റെ പടി ഇറങ്ങുമ്പോഴും അവളുടെ കഴുത്തിൽ ഈ കെട്ടിയ താലി ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ പോയി വേദയെ വിളിക്കുമ്പോഴും ആ താലി അവളുടെ കഴുത്തിലുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ കെട്ടിയ താലി പവിത്രമായി കാണുന്നുണ്ട്. അതുപോലെ നീ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അത് മറന്ന് മറ്റൊരു കല്യാണത്തിന് വേദ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വേദമോളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. അന്നേരം വിഷമത്തോട് ക്രമുറിയിലോട്ട് പോകുന്നുണ്ട്. അന്നേരം മാഷും കമലവും കൃത്തിനെ വിഷമത്തോടെ നോക്കി നിൽക്കുക. അന്നേരം മാഷ് കമലത്തിനോട് ചോദിക്കുക, ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഞാൻ അറിയാത്ത പലതും സംഭവിച്ചു അല്ലേ? നേരം കമലൻ ചോദിക്കുന്നുണ്ട്, എന്താ മാഷെ അങ്ങനെ ചോദിച്ചത്? നേരം മാഷ് പറയുന്നുണ്ട്, നന്ദിനി പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇതാന്ന് ഇവിടെ ആയിരിക്കും പോയിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത്. കൃത്തിനും എനിക്കും ആർക്കും അറിയാത്ത എന്തോ ഒരു കാരണം വേദയുടെ മനസ്സിലുണ്ട്. അത് കണ്ടുപിടിക്കണം. അതാണ് ആദ്യം വേണ്ടത്. നേരം കമലൻ ചോദിക്കുന്നുണ്ട്, ഇതിന് വേദമോളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് എത്രയൊക്കെ ചോദിച്ചതാ വേദമോളോട് എന്താണ് കാരണമെന്ന്, എന്നിട്ടും പറഞ്ഞില്ലല്ലോ മാഷ്. ഇനി എങ്ങനെയാ അത് നമ്മൾ അറിയുന്നത്? നേരം മാഷ് ഒന്നും പറയാതെ ഇതിലോട്ട് പോകുന്നുണ്ട്. രാത്രി വിക്രം അങ്ങാനാവാതെ ഇതേക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, എന്തിനാണ് വേദ എന്നെയും ഈ കുടുംബത്തിനെയും ഉപേക്ഷിച്ചു പോയത്? ഇതിനുള്ള ഉത്തരം ആ ചോദ്യമായിരുന്നു വിക്രത്തിന്റെ മനസ്സിൽ. പിന്നീട് അങ്ങോട്ട് വേദ ഒരിക്കലും സത്യം പറയില്ല എന്ന് മനസ്സിലാക്കിയ വിക്രം അതിനുള്ള കാരണം കണ്ടുപിടിക്കണമെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ശ്രീകാന്ത് ആയിരിക്കുമോ എന്നും വിക്രത്തിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഇതുപോലെ മാഷിന്റെ മനസ്സിലും വേദ പോയതിന്റെ കാരണം അങ്ങാനാവാതെ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്. തന്നെ രക്ഷിക്കാനാവും വേദ ഈ വീട് വിട്ടിറങ്ങിയതെന്ന് മാഷിന്റെ മനസ്സിലും ആ ചിന്ത വീണ്ടും വീണ്ടും കടന്നു വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും തറിയണമെന്ന് മാഷിന്റെ മനസ്സിലും കൃത്യ പോലെ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ വേദ വീട്ടിലിരുന്ന് ഓരോന്ന് ചിന്തിച്ച് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നുന്നുണ്ട്. ശ്രീകാന്തിനോട് വേദ പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ ജയിലിൽ കിടക്കും പോലെയാ കിടക്കുന്നത്. നിങ്ങൾ എന്നെ ശരിക്കും ഒൽപ്പിച്ചു കളഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുക, എന്താ വേദേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നിന്റെ വീടല്ലേ? ഇതെങ്ങനെയാ ജയിലാവുന്നത്? ഇവിടെ ഉള്ളവർ നിന്റെ അച്ഛനും അമ്മയും നീയത്തിയും ചേട്ടനും അല്ലേ? ഈ ഏട്ടൻ നിനക്ക് അന്യനാണോ? അതുപോലെ അച്ഛനും അമ്മയും നിന്റെ മനസ്സിപ്പോയും ആ വീടും ആ ഗുണ്ട വിക്രമവും ആണെന്നറിയാം. അതുകൊണ്ടാണല്ലോ ഈ മുറി വിട്ട് ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഉള്ളിച്ചാടി നടക്കണോ? ഈ വീട്ടിൽ ഇനിയും നിന്നാ എനിക്ക് വട്ടുപിടിക്കും. എനിക്ക് ഓഫീസിലോട്ട് പോണം. പറ്റുമെങ്കിൽ നാളെ തന്നെ. ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് പോവാം. ആരാ നിന്നെ തടഞ്ഞത്? പക്ഷെ ഒരു കാര്യം, ഇവിടുന്ന് ഓഫീസിലാണെന്ന് പറഞ്ഞ് വിക്രത്തിന്റെ വീട്ടിലോട്ടാണ് പോകാനുള്ള പ്ലാനെങ്കിൽ അത് മോള് ഇവിടെ വെച്ച് തന്നെ മറന്നേക്ക്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് അറിയാലോ, വിക്രത്തിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടു പോയത് നീയാണെന്ന് വരുത്തി തീർക്കാൻ എനിക്കധികം താമസമില്ല. നിന്റെ കുറ്റബോധം കൊണ്ട് അല്ലെങ്കിൽ ആ തെറ്റ് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോ ആ വീട് വിട്ടിറങ്ങിയതെന്ന് വിക്രവും വീട്ടുകാരും വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം. പിന്നെ നിന്നെ നിർക്കും. അതുപോലെ ആ വീട്ടുകാരും ഇങ്ങോട്ടേക്ക് പോയാ അതവരറിഞ്ഞോ നിന്നെ അവിടെ നാട്ടിച്ചിറക്കും. ഒരു പട്ടി പോലെ. ഈ സ്നേഹമൊന്നും പിന്നെ അവർക്ക് നിന്നോട് കാണില്ല. അതുപോലെ ആ വിക്രത്തിന് ഇത് കേട്ട് വേദ ക്ഷമത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അച്ഛനെ തട്ടിക്കൊണ്ടു പോണം? ഒരിക്കലും അവരത് വിശ്വസിക്കില്ല. ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാണ്ടേ, ദർശനും നീയും തമ്മിൽ സ്നേഹത്തിലാണെന്നും ദർശനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് വിക്രത്തെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചതെന്നും ഇയാളെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചത് ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണെന്നും എനിക്ക് വരുത്തി തീർക്കാനാവും. ഇത് കഴിഞ്ഞ് അതേ വിക്രത്തിന്റെ ജീവൻ ഞാൻ അങ്ങ് എടുക്കും. ഗുണ്ടകളെ വിട്ട് ഞാൻ അവനെ തീർത്ത് കളയും. അത് വേണോ അതോ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് ഇവിടെ ജീവിക്കണം എന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. എന്തായാലും നാളെ മുതൽ ഓഫീസിലോട്ട് പൊക്കോ. ഇവിടെ ഇരുന്ന് ഒരു നാലോചിച്ചു കൂട്ടി ഇല്ലാത്ത ടെൻഷൻ വരുത്തി വെക്കണ്ട. ഏപ്പി കൂടും. തിരിച്ചുകൊണ്ട് വേദി കളിയാക്കിക്കൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ വിഷമത്തോടെ വേദ നോക്കുന്നുണ്ട് ശ്രീകാന്തിനെ. അങ്ങനെ വേദ ഈ ദിവസം ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ദർശൻ വേദയുമായി സംസാരിക്കുവാൻ, എനിക്ക് എന്താടോ പറ്റിയത്? എന്തിനാ വിക്രത്തിനെയും ആ വീടും ഉപേക്ഷിച്ച് തിരികെ വന്നത്? എന്നോടെങ്കിലും എനിക്കത് പറഞ്ഞൂടെ? ശ്രീകാര്യം ശ്രീനിവാസന്റെ കാര്യം പറഞ്ഞ് ഞാൻ ആ വിഷയത്തെ പൂർവ്വത്തിലേക്ക് വിളിച്ചയച്ചതാണെന്ന് എനിക്കറിയാം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഞാനും വിക്രവും തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞിരുന്നത് കൊണ്ട് അവസാനിക്കുന്ന ബന്ധമല്ല ദർശൻ. ഭഗവാൻ എനിക്ക് തന്നതാ. വിക്രത്തിനെ എന്റെ ജീവിത പങ്കാളിയായി എനിക്കുറപ്പാ. ഞാൻ ആ വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ എന്നെ വിക്രത്തിനെ ഒന്നിപ്പിക്കും. കുറച്ചുനാള് കന്നിരിക്കാനായിരിക്കും നിങ്ങളുടെ വിധി. സീത രാമനെ പിരിഞ്ഞിരുന്നില്ലേ? ഇതുപോലെ ഞാനും വിക്രമും കുറച്ചുനാള് പിരിഞ്ഞിരിക്കുക. അത്രമാത്രം കരുതിയ മതി. ഇത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ഞാൻ ആരെയോ പേടിച്ചിട്ടാണ് വന്നത് എന്നുള്ള കാര്യം. അതെന്താണെന്ന് എനിക്ക് എന്നോട് പറയാനാവുമെങ്കിൽ പറയണം. എന്റെ എന്ത് സഹായവും എനിക്കുണ്ടാവും. നിർവേദ പറയുന്നുണ്ട്, ഒന്നുമില്ല ദർശൻ, ഈ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. ഒരു കാര്യം എന്നെയും തന്നെയും വീണ്ടും ഒന്നിപ്പിക്കാനാ വീട്ടുകാരുടെ ശ്രമമെന്ന് തോന്നുന്നു. ഇത് കേട്ട് ദർശൻ ചിരിച്ചുകൊണ്ട് പറയുക, ഞാനും വിക്രവും തമ്മിലുള്ള ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. നീ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഒരാളുടെ ഭാര്യയാണ്. അയാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണാണ് വേദ. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെ ഞാൻ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. നേരം ആശ്വാസത്തോടെ വേദ ദർശനെ നോക്കുന്നുണ്ട്.
പോകുന്നുണ്ട്. നേരം വിക്രത്തിനെ ശ്രീകാര്യം ശ്രീനിവാസൻ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. വിക്രത്തിനോട് പറയുക, വേദ ഓഫീസിലേക്ക് പോയി തുടങ്ങി. ഞാൻ അറിഞ്ഞോ, എന്റെ കേസാണ് അടുത്തതായി വരാൻ പോകുന്നത്. അതായത് നാളെ ഇതിൽ നിന്നും പിന്മാറില്ലെന്ന് ഉറപ്പായി നീ എന്റെ കൂടെ നാളെ കോടതിയിലേക്ക് വരണം. നീയും ഇതിലുണ്ട്. എനിക്കെതിരെ മൊഴി കൊടുക്കാൻ എന്തെങ്കിലും നിന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? വേദയ്ക്ക് വേണ്ടി കേട്ട് വിക്രം പറയുന്നുണ്ട്. സാർ എന്തായി പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സാർ ഇലക്ഷന് ജയിക്കണം. ജനങ്ങൾക്ക് സാറിനെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് പക്ഷെ വേദയ്ക്ക് അറിയില്ല. വേദയുടെ മനസ്സിൽ സാർ ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്. അതിനെ എനിക്ക് മാറ്റാനുമാവില്ല. കേട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട്. എന്നാ നീ പൊക്കോ. പാർട്ടി ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മറിഞ്ഞു കിടക്കുക. നീ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്റെ ഇപ്പത്തെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ നിർബന്ധിക്കാത്തത്. പക്ഷേ നീ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നാളെ കഴിഞ്ഞാൽ നീ ഇതിൽ ആക്റ്റീവ് ആവണം. പ്രവർത്തനങ്ങളിൽ കുത്തേക്ക് ഇറങ്ങണം. ലക്ഷ്യം വിളിയും ജാഥയും നേതൃസ്ഥാനത്തു നിന്നും നീ നടത്തണം. കേട്ട് വിക്രം പറയുന്നുണ്ട്. അത് പറ്റില്ല സാർ. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്യം വരെ സാറിന്റെ കൂടെ തന്നെ കാണും. ഇത് ഏതെ അറിഞ്ഞ വീണ്ടും എന്നോട് ദേഷ്യം കൊടുത്തേ ഉള്ളൂ. അത് പാടില്ല സാർ. ഇതിന് മറ്റാരെങ്കിലും സാർ ചുമതലപ്പെടുത്തണം. എന്നെ ഒഴിവാക്കണം. പ്ലീസ് സാർ, നീ എന്നെ അതിന് നിർബന്ധിക്കരുത്. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ദേഷ്യം വരുന്നുണ്ട്. എല്ലാത്തിനും കാരണം വേദയാണെന്ന് വിക്രം വേദിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഇക്കാര്യം ശ്രീനിവാസന് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയുള്ളപ്പോ വേദ കോടതിയിൽ തനിക്കെതിരെ കൊടുക്കുന്ന മൊഴികളും സാക്ഷികളുമെല്ലാം വിക്രം അതെല്ലാം വിശ്വസിക്കുമോ എന്നും എന്റെ ചതികളൊക്കെ വിക്രം മനസ്സിലാക്കുമോ എന്നും ശ്രീനിവാസൻ ചിന്തിക്കുന്നുണ്ട്. വിക്രം അന്നേരം തിരികെ വരുമ്പോ വേദിനെ യാദൃശ്ചികമായി കാണുന്നുണ്ട്. ഓഫീസിൽ നിന്നും വന്നു പോകുന്നത് കണ്ട് വിക്രവും വേദയും പരസ്പരം നോക്കുന്നുണ്ട്. വിക്രത്തിനെ കണ്ട് കാണാത്ത മട്ടിൽ വേദ തിരിഞ്ഞു നടക്കുക. നേരം ഇത് കണ്ട് വിക്രം വേദയുടെ മുന്നിൽ കൊണ്ട് ബൈക്ക് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുക, നീ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് വേദ. എന്റെ സ്നേഹം നീ ഇപ്പൊ കണ്ടില്ലാന്ന് നടിക്കുക. നിനക്ക് വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണം? നീ തിരികെ വീട്ടിലേക്ക് വരണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. നീ ഇല്ലാതെ എനിക്ക് വീട്ടിൽ പറ്റില്ല. ഓരോ നിമിഷവും നിന്റെ ഓർമ്മകളാ. നീ എന്നിൽ നിന്നും അകന്നു പോയപ്പോഴാ ഞാൻ അത് മനസ്സിലാക്കുന്നത്. നീ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടതാണെന്ന് എന്റെ ഉള്ളം പിടയുന്നത് നീ അറിയുന്നില്ല. ഇത് കേട്ട് വേദ ഉള്ളിലെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് വിക്രത്തിനെ നോക്കി പറയുക, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ഇനി സംസാരിക്കാൻ വരണ്ടെന്ന്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നീ അങ്ങോട്ട് തിരികെ വരത്തുമില്ല. എല്ലാം മറക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം. ഞാനൊരു തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരില്ല. ഇത് കേട്ട് വിക്രത്തിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നിരുവേദ പറയുക, ഇനി ഞാനും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അന്നേരം വിക്രം പറയുന്നുണ്ട്, അപ്പോൾ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയോ ഇത് ഞാൻ കെട്ടിയതല്ലേ? ഇത് ഒരു തരം നിനക്ക് പറ്റുമോ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഞാനെന്തിനാ ഊരുന്നത്? നിങ്ങളെ തന്നെ പൊട്ടിച്ചെടുത്തോ. അതാണല്ലോ ശീലം. ഇനി ഞാനത് തടയില്ല. നിങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾ കെട്ടിയ താലി നിങ്ങളായി തന്നെ പൊട്ടിച്ച് ഈ ബന്ധം അവസാനിപ്പിക്കാം. അതോടെ തീരുവല്ലോ എല്ലാം. ഇത് കേട്ട് വിക്രത്തിന്റെ നെഞ്ചു പൊട്ടുന്നുണ്ട്. വേദയോട് പറയുക, നിനക്ക് എന്താ പറ്റിയത്? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഒരിക്കലും ആ താലി പൊട്ടിക്കാൻ ഞാൻ ശ്രമിക്കില്ലെന്ന് നിനക്കറിയാം. ആ ധൈര്യത്തില നീ ഇതൊക്കെ പറയുന്നത്. ഒന്നോർത്തോ, നീ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിന്റെ കാരണം അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ടേ നിന്റെ മുന്നിൽ ഈ ഞാനിനി വരൂ. ഇത് വിക്രമ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഇതയുടെ മുന്നിൽ നിന്നും വിക്രം പോകുന്നുണ്ട്. നേരം പെട്ടെന്ന് വേദ പൊട്ടി കരയുന്നുണ്ട്. വിക്രത്തെ വേദനിപ്പിച്ചതോർത്ത് ദേഷ്യത്തോടെ സംസാരിച്ചതിനെ കുറിച്ചോർത്ത് കണ്ണീർ തുടച്ചുകൊണ്ട് ഇത് പോകുന്നുണ്ട്. അന്നേരം രാത്രി ശ്രീകാന്ത് വേദയുടെ മുറിയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുക, ആളെ ശ്രീകാര്യം ശ്രീനിവാസന്റെ കേസാണ് കോടതിയിലെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു. അവനും കാണും കോടതിയിൽ. അവൻ സംസാരിക്കാൻ വന്നാലും നീ അവനെ മൈൻഡ് ചെയ്യണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അന്നേരം ഈ സമയം യുക്തി അവിടേക്ക് വരുന്നുണ്ട്. വേദയും ശ്രീകാന്തും സംസാരിക്കുന്നത് കേട്ട് യുക്തി മാറി നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കാനായി നിർവേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്നത് പോലെ ഞാനെല്ലാം അനുസരിച്ചില്ലേ? കൊച്ചുകുട്ടിയൊന്നും അല്ല. ഞാൻ പറഞ്ഞ് എന്നെ മനസ്സിലാക്കിക്കാൻ എനിക്കറിയാം. വിക്രത്തിനോട് എങ്ങനെ പെരുമാറണമെന്നും എന്ത് ചെയ്യണമെന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ ഓർമ്മ നിനക്കുണ്ടായ നന്ന് ഞാനെന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേന്ന് നിനക്ക് നന്നായി അറിയാലോ. എപ്പോഴും എന്നെ അത് ഓർമ്മിപ്പിച്ച് ടെൻഷൻ അടുപ്പിക്കാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. നീ കിടന്ന് ഉറങ്ങിക്കോ. ചിരിച്ചുകൊണ്ട് അച്ഛൻ അവിടുന്ന് പോകുന്നുണ്ട്. നിരുത്തി തന്നെ മാറി നിൽക്കുക. വേദയോട് പറയുന്നതെല്ലാം നിത്തി കേൾക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയോ വൃത്തികേടുകളുണ്ടെന്നും വേദ ശ്രീകാന്തിനെ ഭയപ്പെടുന്നുണ്ടെന്നും നിത്തിക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട്. നിത്തി ഉടനെ തന്നെ ഇവിടെ നിന്നും പോകുന്നുണ്ട്. നാരായണൻ ഫയലിൽ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം നിത്തി നിങ്ങളിലോട്ട് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയട്ടെ. നേരം ശങ്കരൻ നിത്തിയെ നോക്കിക്കൊണ്ട് ചോദിക്കുക, ഈ സമയത്ത് നീ എന്റെ അരികിലോട്ട് വരുന്നതല്ലോ. എന്താ കാര്യം? പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് നിനക്കെന്നോട് പറയാനുള്ളത്? നേരം ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി ഇവിടേക്ക് മടങ്ങി വന്നതിന്റെ പിന്നിൽ ശ്രീയേട്ടനെ അതിലെന്തോ ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അച്ഛ. ഇത് കേട്ടതും ശങ്കരൻ ദീപ്തിയെ കുറിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? വേദയുടെ ഇഷ്ടത്തിനല്ലേ തിരികെ വന്നത്? അത് വേദയും സമ്മതിച്ചതാണ്. ഇനി ഒരിക്കലും അങ്ങോട്ടേക്കും മടങ്ങി പോവില്ലെന്നും വേദ എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ശ്രീകാന്തിന് അതിലെന്ത് റോളാ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ട് ദീപ്തി പറയുന്നുണ്ട്, അച്ഛ അതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. വിക്രം ചേട്ടനെ കാണരുതെന്നും കണ്ടാൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാമല്ലോ. അങ്ങനെ ഭീഷണിയുടെ സ്വരത്തിലാ ശ്രീയേട്ടൻ സംസാരിച്ചത്. അത് കേട്ടപ്പോ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നി. അത് അച്ഛനോട് പറയണമെന്ന് തോന്നി. ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി ഒഴിഞ്ഞു മാറും. മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലും പറയും. അതാ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞത്. ശ്രീയേട്ടനെ
അച്ഛനൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്തൊക്കെയോ ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. ചേച്ചി വന്നത് എന്ത് കാരണമാണെന്ന് ചിലപ്പോ ശ്രീയേട്ടൻ അറിയാമായിരിക്കും. അത് ഉറപ്പാ. ഇത്രയും പറഞ്ഞിട്ട് ദീപ്തി പോകുന്നുണ്ട്. ശങ്കരൻ ചിന്തിക്കുക, ഇനി ദീപ്തി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ശ്രീകാന്തിന് ഇത് തിരികെ വന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ശങ്കരനും ചിന്തിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇതാ കോടതിയിലേക്ക് പോകുന്നുണ്ട്. ശ്രീകാര്യം ശ്രീനിവാസൻ കേസിന്റെ വാദം ഒന്ന് നടക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും വിക്രമും ശ്രീകാര്യം ശ്രീനിവാസനും അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. നീരം കൃഷ്ണൻ അവിടേക്ക് വരുക. കൃഷ്ണനെ കണ്ടത് ഇതാ അരികിലോട്ട് പോകുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കും. കണ്ട് വിക്രം വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. വിക്രത്തെ മൈൻഡ് ചെയ്യാതെ കൃഷ്ണനോട് സംസാരിക്കുക. നീരം ദൃശ്യൻ വിക്രത്തെ നോക്കി ചിരിച്ചുകൊണ്ട് അരികിലൂടെ നടന്നു പോവുക. നീരം ദൃശ്യം മനസ്സിലാക്കുന്നുണ്ട്. ഏത മനഃപൂർവ്വം വിക്രത്തെ മൈൻഡ് ചെയ്യാതെ പോകുന്നതാണെന്നും അങ്ങനെ വിക്രം അവര് പോകുന്നത് വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഏതേ കണ്ണെടുക്കാതെ നോക്കുവാ. നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട്, കണ്ടോ ഇന്നെ വേണ്ടെന്ന് വെച്ച് പോയിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ നിന്ന പയ്യനുമായി ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ പോകുന്നത് നീ കണ്ടില്ലേ? നിന്നെ പിരിഞ്ഞതിൽ അവൾക്കൊരു വിഷമവും ഇല്ല. ഇതെല്ലാം അവൾ നടത്തുന്ന നാടകവാ. നിന്നെ തമ്മിൽ പിരിക്കാൻ വിക്രം നീ ഒരിക്കലും അവൾക്ക് വേണ്ടി എന്നെ തള്ളി പറയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അന്നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല. കോടതിയിൽ കുറ്റവാളിയായി ശ്രീകാര്യം ശ്രീനിവാസൻ നിൽക്കുന്നുണ്ട്. ഏതാ വാദിക്കുന്നുണ്ട്. നേരം പ്രതിഭാഗം വക്കീലെ സാക്ഷിയായി വിക്രത്തിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. നേരം എല്ലാ കുറ്റവും ആരാണ് ചെയ്തതെന്ന് കുറ്റു പറയുന്നുണ്ട്. ശ്രീനി സാറ് അതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് കോടതിയിൽ വാദിക്കുക. അന്നേരം ഉടനെ ഏതാ വിക്രത്തിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചതല്ലേ? ഇയാള് പറയുന്നത് കേട്ട് അതുപോലെ അനുസരിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ഇല്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാനാവോ? ഇയാളുടെ ചരണിനൊത്ത് ഉള്ളുന്ന പാവയായി ഇയാളുടെ വാക്ക് കേട്ട് നിങ്ങൾ ഒരുപാട് അനീതികൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കാരണം ഈ നിൽക്കുന്ന ശ്രീകാര്യം ശ്രീനിവാസൻ അല്ലെന്ന് നിങ്ങൾക്ക് പറയാനാവോ? അതല്ല നിങ്ങളുടെ ഇഷ്ടത്തോടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തോടെയാണ് ഇതെല്ലാം ചെയ്തതെന്നും ഇയാൾക്ക് അതിലൊന്നും ഒരു പങ്കും ഇല്ലെന്ന് നിങ്ങൾക്ക് ഈ കോടതിയിൽ പറയാനാവോ? പറയണം. മിസ്റ്റർ വിക്രം സുധാകരൻ. ഇത് കേട്ടതും വിക്രം വേദേനെ ഒക്കെ നിൽക്കുന്നുണ്ട്. വേദയ്ക്ക് മുന്നിൽ എനിക്കൊരിക്കലും പറയാനാവില്ല. അത് വേദയ്ക്ക് ഇഷ്ടമാവില്ല എന്ന് തന്നെ വിക്രം കരുതുന്നുണ്ട്. അങ്ങനെ വേദയുടെ മുഖത്ത് നോക്കി എനിക്കൊരിക്കലും പറയാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രം ഒരു നിമിഷം ഇത് നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം വേദ ചോദിക്കുക, ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. എന്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണോ എന്നാ ചോദിച്ചത്. അന്നേരം ശ്രീകാര്യം ശ്രീനിവാസ വിക്രത്തെ നോക്കുന്നുണ്ട്. എന്തായിരിക്കും വിക്രം പറയുന്നതെന്ന്. എല്ലാ കുറ്റവും വിക്രം ഏറ്റെടുത്താൽ എനിക്ക് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ ചിന്തിക്കുന്നുണ്ട്. അന്നേരം വിക്രം വേദയെ നോക്കി പറയുന്നുണ്ട്, അല്ല ശ്രീകാര്യം ശ്രീനി സാർ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ എല്ലാം ചെയ്തത്. അതൊന്നും എന്റെ തീരുമാനത്തോടെ അല്ല. സാറ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ഞെട്ടലോടെ ദേഷ്യത്തോടെ വിക്രത്തെ നോക്കുന്നുണ്ട്. അന്നേരം ഇത് കേട്ട് വേദിയുടെ മനസ്സ് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. രമേ ഗൗരവത്തോടെ വിക്രത്തെ നോക്കുന്നുണ്ട്. നേരം കേസ് മാറ്റിവെക്കുന്നുണ്ട്. മറ്റൊരു ദിവസത്തേക്ക് വേദ നേരം ശ്രീകാര്യം ശ്രീനിവാസനെ നോക്കി ഇരിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നുണ്ട്. നേരം കൃതി ദേഷ്യത്തെ നോക്കിയിട്ട് ശ്രീകാര്യം ശ്രീനിവാസത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നേരം വിക്രം വേദയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. ഒരു വാക്ക് സംസാരിക്കാനായി ആ മനസ്സ് കുതിക്കുന്നുണ്ട്. വിക്രത്തിൽ നിന്നും അകന്ന് ഇത് മാറുന്നുണ്ട്. നേരം പുറത്തേക്ക് വന്ന് ശ്രീകാര്യം ശ്രീനിവാസ വിക്രത്തെ നോക്കിയിട്ട് പറയുക, അവസാനം എല്ലാം എന്റെ തലയിൽ കൊണ്ടുവച്ചല്ലേ നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന ഞാൻ കരുതിയത്. പക്ഷെ നീ സ്വന്തം രക്ഷ നോക്കി എന്നിൽ നിന്നും ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. നിരാശയോടെ പറയുക. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഇതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാ. പക്ഷെ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചത് സാറ് തന്നെയല്ലേ? ഏതയുടെ മുന്നിൽ കള്ളം പറയണമായിരുന്നോ? ഇത് ഒരിക്കലും എന്നെ വിട്ടു പോകാൻ പാടില്ല. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും സാർ. പക്ഷെ ഒരിക്കലും സാറിനെ ഞാൻ തള്ളി പറയില്ല. ഞാൻ ചെയ്ത കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കൊണ്ടിടാൻ ശ്രമിക്കരുത് സാർ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട്. നീനും ദേഷ്യത്തോടെ വിക്രത്തെ നോക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഏതയാണെന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടമാകുമെന്നും എന്റെ കള്ളത്തരങ്ങളെല്ലാം ഏത കോടതിക്ക് മുന്നിൽ തെളിയിക്കുമെന്നും ശ്രീകാര്യം ശ്രീനിവാസൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ക്ഷമത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. നേരം കോടതി മുന്നിൽ ഇരിച്ചുകൊണ്ട് ശ്രീകാര്യം ശ്രീനിവാസനെ നോക്കി നിൽക്കുന്നുണ്ട്. വിക്രം എന്നെ തള്ളി പറഞ്ഞതിൽ ഇത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. എത്തിക്ക് പോയിട്ട് ഇരിച്ചുകൊണ്ട് പറയുക, വിക്രം ഒരിക്കലും നിങ്ങളെ തള്ളി പറയുമെന്ന് കരുതിയില്ല അല്ലേ? ഇനി അങ്ങോട്ട് നിങ്ങളുടെ കഷ്ടകാലവാ. നിങ്ങൾ MLA മന്ത്രിയാവുന്നത് എനിക്കൊന്ന് കാണണം. അതിനു മുന്നേ തന്നെ ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കും. അവർ തീരുമാനിക്കട്ടെ തന്റെ വിധി എന്താണെന്ന്. ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട്, വിക്രത്തെ നീ നിന്നും അകറ്റി. നീ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. ഒന്നോർത്തോ, ഇനി നീ വിക്രവുമായി ഒരുമിച്ച് ജീവിക്കില്ല. തന്റെ വാശിയ അത്രയൊക്കെ അടുക്കാൻ ശ്രമിച്ചാലും അവനിൽ നിന്നും നിന്നെ ഞാൻ അകറ്റും. ഇതെന്റെ വാശിയ. അന്നേരം ചിരിച്ചുകൊണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇഷ്ടത്തോടെ കാറിൽ കയറി പോകുന്നുണ്ട്. ശ്രീനിവാസൻ നിരന്തർശൻ അരികിലോട്ട് വരും. ശ്രീനിവാസനെ നോക്കി ഇത് പറയുന്നുണ്ട്, നീ വിക്രത്തിനെ ഉണ്ടാക്കാൻ പുതിയൊരു ശത്രു കൂടി ശ്രീകാര്യം ശ്രീനിവാസൻ എനിക്ക് വേണ്ടിയാണ് ശ്രീകാര്യം ശ്രീനിവാസനെ തള്ളി പറഞ്ഞതെന്ന് ഇതൊക്കറിയാം. വിക്രത്തിന്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഇത് അപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. പരസ്പരം ഒന്നിക്കാൻ മനസ്സുകളും കൊതിക്കുന്നുണ്ട്. എപ്പോഴും അഷിന്റെ ഉള്ളിൽ ഒരു ചോദ്യം എപ്പോഴും കടന്നു വരുന്നുണ്ട്. ഇതാ ഈ വീട്ടു വിട്ടു പോയതിന് കാരണം ഞാനാണോ എന്ന് എന്റെ തിരിച്ചു വരവായിരിക്കുമോ ഈതയുടെ ഈ വീട്ടിലെ പടിയിറക്കുമെന്ന് ആഷിന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം കിട്ടണമെന്നും മാഷ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനായി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയണമെന്ന് മാഷ് തീരുമാനിക്കുന്നുണ്ട്.
അങ്ങനെ വിക്രങ്ങാനാവാതെ ഇതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി മാഷ് കൃത്തിന്റെ അരികിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കൃത്തിനോട് പറയുക, എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം. ഒന്ന് കോടതിയിൽ നീ പറഞ്ഞതൊക്കെ അമല എന്നോട് പറഞ്ഞു, അത് നന്നായി. ഏതൊക്കെ അത് കേട്ടപ്പോ ഒത്തിരി സന്തോഷായിട്ടുണ്ടാവും. അന്നേരം വിക്രം പറയുന്നുണ്ട്, എന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും എന്തിനാച്ച അവൾ എന്നിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നത്? വെറുതെ നടന്ന എന്റെ മനസ്സിൽ മോഹങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടവും പിടിച്ചു വാങ്ങിയിട്ട് അവള് പോയത് എന്തിനാച്ച? എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വന്നത്? നിരമാഷ് പറയുന്നുണ്ട്, ഇതൊക്കെ ദൈവനിശ്ചയം. ഓ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരും. അച്ഛനല്ലേ പറയുന്നത്, ഭഗവാൻ കൊണ്ടുവരും. മലയിട്ട് വ്രതം നോക്കി ഭഗവാന്റെ മുന്നിൽ നിന്റെ ആഗ്രഹങ്ങൾ അയ്യപ്പനോട് പ്രാർത്ഥിച്ച് തിരികെ വന്ന നിനക്ക് അധിക നാൾ പരീക്ഷണത്തിന്റെ നാളുകളാവില്ല. എല്ലാം അയ്യപ്പ സ്വാമി കാണുന്നുണ്ട്. ഭഗവാൻ തന്നെ ഇതേ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. തുറപ്പ. നിരം ഇത് കേൾക്കത്തിന് ഒരുപാട് സമാധാനവും സന്തോഷവും ആവുന്നുണ്ട്. നിരമാഷ് ചോദിക്കുന്നുണ്ട്, എന്നെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇത് എങ്ങോട്ടായിരിക്കും പോയത്? നീ ചോദിച്ചിട്ട് പോലും ഇത് അതിന് ഉത്തരം പറഞ്ഞില്ല. രാത്രിയാണ് വീട്ടിലേക്ക് മടങ്ങി വന്നതെന്ന അമലോ എന്നോട് പറഞ്ഞത്. ഇതിനെ കുറിച്ച് നീ ആലോചിച്ചില്ലേ? എങ്ങോട്ടാ പോയതെന്ന് നീ അന്വേഷിച്ചില്ലേ? അന്നേരം വിക്രം പറയുന്നുണ്ട്, അതെന്തിനാ അച്ഛൻ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്? അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് എങ്ങോട്ട് പോയെന്നാ അച്ഛൻ ചിന്തിക്കുന്നത്? നിരുമാഷ് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ, നീ അന്വേഷിച്ചില്ലേ? വിക്രം പറയുന്നുണ്ട്, അച്ഛനെ കാണാതായതിന്റെ ടെൻഷനിൽ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. ചോദിച്ചപ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെടുക ചെയ്തത്. ഇന്നത്തെ പോലെ ആയിരുന്നില്ല. എന്തോ ഒരു അകൽച്ചയും ദേഷ്യത്തോടെ എന്നോട് പെരുമാറിയത്. അപ്പോൾ മുതൽ അവൾക്ക് ഈ മാറ്റം തുടങ്ങിയത്. നിരുമാഷ് പറയുന്നുണ്ട്, അപ്പോൾ എന്നെ കാണാതായതിന്റെ പിന്നിലും ഇത് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോയതും ഓരോ പ്ലാൻ ചെയ്ത് നടത്തിയ നാടകമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ഞെട്ടലോടെ മാഷിനെ നോക്കുന്നുണ്ട്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇതാരായിരിക്കും? അവൾക്ക് എന്നോട് പറയാലോ. നിരുമാഷ് പറയുന്നുണ്ട്, അപ്പോൾ ഇതേ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, എന്നെ കൊല്ലോന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇത് കേട്ട് വിക്രം ചിന്തിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്, നിന്റെ പിന്നിൽ ആരോ ഒരാളുണ്ടെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട്. നിരുമാഷ് പറയുക, നീ കിടന്നോ, ഇതിനെ കുറിച്ച് ഇനി ചിന്തിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരം വിക്രം അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതിനായിരിക്കും അവൾ എന്നോട് പോലും പറയാതെ എങ്ങോട്ടായിരിക്കും പോയത്? ആരെങ്കിലും പേടിക്കുന്നുണ്ടാവോ? അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കുമോ? ഇതൊക്കെ ചെയ്തത്? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നെ മനസ്സിൽ നിറയുന്നുണ്ട്. തരങ്ങളില്ലാതെ അന്നേരം മാഷും കമലും വിഷം മേടിക്കാനായി ട്രഷറിലോട്ട് പോകുന്നുണ്ട്. വാങ്ങിച്ച ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവുക ചെക്കപ്പിനായി. നേരം അമലം പുറത്ത് കസേരയിൽ ഇരിക്കുന്നുണ്ട്. എല്ലാം നോക്കിയ ശേഷം മരുന്ന് മേടിക്കാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറകിൽ നിന്നും മാഷിനെ ഒരു ഡോക്ടർ വിളിക്കുന്നുണ്ട്. നേരം മാഷ് തിരിഞ്ഞു നോക്കുക. ആരാന്ന് ചോദിക്കുന്നുണ്ട്. മാഷിനെ എന്നെ മനസ്സിലായില്ലേ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ മറന്നു കാണും. പക്ഷെ മാഷിനെ മറക്കാൻ എനിക്കാവില്ല. ആഹാരം കഴിക്കാൻ പോലും മാഷില്ലാതെ ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോ മാഷ എനിക്ക് ആഹാരം വായിച്ചു തന്നിട്ടുള്ളത്. നേരം മാഷ് പേര് ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. നേരം ആ ഡോക്ടർ പറയുന്നുണ്ട്. നേരം മാഷ് പറയുക, ഒരുപാട് പേരെ പല സ്ഥലങ്ങളിൽ വെച്ചും യാദൃച്ഛികമായി കാണാറുണ്ട്. പക്ഷെ ആരുടെ മുഖം വ്യക്തമായി ഓർക്കാൻ പറ്റുന്നില്ല. ചിലരുടെ മുഖം മനസ്സിലുണ്ട്. നേരം തൊഴുതുകൊണ്ട് ആ ഡോക്ടർ പറയുക, മാഷ് എന്നോട് ക്ഷമിക്കണം, ആ വലിയൊരു തെറ്റ് മാഷിനോട് ചെയ്തു. ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല, സംഭവിച്ചു പോയതാണെന്ന് വെറുക്കരുത് മാഷെ, ശപിക്കരുത്. വീട്ടിൽ വന്ന് മാഷിനെ കാണണമെന്ന് വിചാരിച്ചതാണ്, എപ്പോഴാണ് ഇവിടെ വെച്ച് കണ്ടത്. അന്നേരം അമലം ദൂരെ മാറി കസേരയിൽ ഇരിക്കുന്നുണ്ട്. മാഷിനെയും ആ ഡോക്ടറിനെയും നോക്കുന്നുണ്ട്. അന്നേരം മാഷ് ചോദിക്കുക, എന്താ താൻ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്? താൻ എന്ത് തെറ്റാ എനിക്ക് ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം ആ ഡോക്ടർ പറയുക, കുറച്ചു നാൾ മുന്നേ മാഷിനെ കുറച്ചുപേർ തട്ടിക്കൊണ്ടു പോയില്ലേ? മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തു. കുറച്ചു ദിവസം ഓർമ്മയില്ലാതെ കിടത്തി. 2-3 ദിവസം എടുത്തു ഓർമ്മ സ്റ്റേജിലെത്താൻ. ഇത് കേട്ട് മാഷ് ചോദിക്കുന്നുണ്ട്, തനിക്കെങ്ങനെ ഇതൊക്കെ അറിയാം? തന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട്. പ്രാളത്തോടെ. നേരം ആ ഡോക്ടർ പറയുക, അല കുനിച്ചുകൊണ്ട് ചെറിയ ഭയത്തോടെ പറയുന്നുണ്ട്, മാഷിനെ ഇഞ്ചക്ഷൻ തന്ന് മയക്കുമരുന്ന് കുത്തിവെച്ചത് ഞാനായിരുന്നു മാഷെ. ഇത് കേട്ട് ഞെട്ടലോ മാഷ് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, താനോ? എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത്? ആര് പറഞ്ഞിട്ട്? ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു മാഷെ, ഒരു തെറ്റ് പറ്റിപ്പോയി. മാഷാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് അവര് പറയുന്നത് അനുസരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഇല്ലെന്ന് പറഞ്ഞ എന്റെ ജോലി വരെ ഉറപ്പിച്ചു കളയും. അത്രയ്ക്കും സ്വാധീനമുള്ളവരാ. കേട്ട് മാഷ് ചോദിക്കുന്നുണ്ട്, എന്നോട് ഞാൻ ക്ഷമിക്കാം, പക്ഷെ ആരാണിത് ചെയ്തതെന്ന് എന്നോട് താനിത് പറയണം. പറഞ്ഞേ പറ്റൂ. പറയടോ, ആരാ എന്നെ തട്ടിക്കൊണ്ടു പോയത്? അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, ജസ്റ്റിസ് ശങ്കരനാരായണൻ, അദ്ദേഹത്തിന്റെ മകൻ ശ്രീകാന്ത് ആണ് എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത്. ഒരു ഡോക്ടറിന്റെ സഹായമില്ലാതെ ഒരാളെ 3-4 ദിവസം ബോധമില്ലാതെ കിടത്താനാവില്ല. ആവശ്യത്തിന് അളവിൽ ഇഞ്ചക്ട് ചെയ്താൽ മാത്രമേ മയക്കുമരുന്ന് ഉള്ളിൽ ശരീരത്തെ ബാധിക്കാത്ത വിധം, അല്ലെങ്കിൽ രോഗിക്ക് അത്യാപത്തൊന്നും കൂടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഡോക്ടറുടെ സഹായം കൂടിയേ തീരൂ. ഇതിനു വേണ്ടിയായിരുന്നു ആ ചുമതല എന്നെ ഏൽപ്പിച്ചത്. അതൊരിക്കലും മാഷാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. മാഷിനെ കണ്ടപ്പോഴാണ് എന്നെ പഠിപ്പിച്ച, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ബഹുമാനിക്കുന്ന മാഷാണെന്ന് അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം മാഷ്. മാഷിന്റെ കാലിലോട്ട് വീണ് അപേക്ഷിക്കുന്നുണ്ട്. നിരം കമല കസേരയിൽ നിന്നും എഴുന്നേറ്റ് പൊടി നോക്കി നിൽക്കുന്നുണ്ട്. ഡോക്ടർ എന്തിനാണ് മാഷിന്റെ കാലിൽ വീണ് സങ്കടപ്പെടുന്നത് എന്ന് ആലോചിച്ച് മെല്ലെ നിൽക്കുന്നുണ്ട്. അടുത്തേക്ക് പോവുക. നേരം മാഷ് പറയുന്നുണ്ട്, ഞാൻ എഴുന്നേക്ക്. സത്യം ഞാൻ എന്നോട് തുറന്നു പറഞ്ഞല്ലോ. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെയുള്ള
കൃത്യങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. ഞാനെന്നല്ല, എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പഠിപ്പിച്ച് വളർത്തിയ എന്റെ കുട്ടികൾ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഡോക്ടർ പറയുന്നുണ്ട്. ശരി മാഷെ, നീ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ഒരിക്കലും ആർക്കും ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. എന്റെ കണ്ണ് തുറപ്പിച്ചത് മാഷാണ്. ഈ സത്യം ഞാൻ പറഞ്ഞു ശ്രീകാന്ത് അറിയരുത്. അറിഞ്ഞാ തന്നെ ഒത്തിരി ബാധിക്കും. മാഷ് പറയുന്നുണ്ട്. ഞാൻ പൊക്കോ, ഞാനിത് ആരോടും പറയില്ല. ഒത്തു നോക്കി മുഖത്തോടെ മാഷ് കമലത്തിന്റെ അരികിലോട്ട് നടക്കുവാ. കമലം ചോദിക്കുന്നുണ്ട്, എന്താ മാഷെ, ആരാ ഡോക്ടർ? എന്തിനാ മാഷിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചത്? മാഷി പറയുന്നുണ്ട്, അത് ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് കണ്ടപ്പോ എന്റെ അനുഗ്രഹം മേടിച്ചതാ. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ പറഞ്ഞൊക്കെ മേടിച്ച് കമലവും മാഷും വീട്ടിലേക്ക് വരുന്നുണ്ട്. മാഷി പഠിപ്പിച്ച ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാഷി ചിന്തിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഇത്ര വലിയ ചതിയനാണെന്ന സത്യം ഞെട്ടലോടെ മാഷി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് തന്നെയായിരിക്കും വേദേനാന്ന് കുറച്ചു സമയത്തേക്ക് കാണാതായതും വേദയെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യിച്ചതുമെന്ന് അന്നേരം മാഷ് ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വേദയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ശ്രീകാന്ത് ഇവിടെ വരുത്തിച്ചതാണെന്ന് മാഷിന് മനസ്സിലാവുന്നുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും ആ ചതിയന്റെ അടുത്തു നിന്നും വേദയെ രക്ഷിക്കാൻ മാഷ് രംഗത്തിറങ്ങുന്നുണ്ട്. തന്നോട് ചെയ്തതിനും വേദയെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിനും കാരണക്കാരനായ ശ്രീകാന്തിന് എല്ലാവരുടെ മുന്നിൽ തെളിവ് സഹിതം ഇതെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് മാഷ് തീരുമാനിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ശ്രീകാന്തിന്റെ ചതിയാണെന്ന് മനസ്സിലാക്കിയ മാഷ് അന്നേരം വേദയിൽ നിന്ന് തന്നെ ശ്രീകാന്ത് കാരണമാണോ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് വേദയിൽ നിന്ന് തന്നെ അറിയാനായി മാഷ് ശ്രമിക്കുന്നുണ്ട്. വിക്രം അറിയാതെ വേദയുടെ വീട്ടിലേക്ക് മാഷ് പോകുന്നുണ്ട്. അന്നേരം പത്മം മാഷിനെ കണ്ട് നോക്കിയിട്ട് പറയുക, വിക്രത്തിന്റെ അച്ഛനായിരുന്നോ? എന്താ മാഷെ? അന്നേരം മാഷ് പറയുന്നുണ്ട്, ഞാനൊന്ന് വേദയെ കാണാൻ വന്നതാ, മറ്റൊന്നുമല്ല, ഒരു കാര്യം ചോദിക്കണം. പെട്ടെന്ന് തന്നെ ഞാൻ പൊക്കോളാം. വിരോധമില്ലെങ്കിൽ വേദയെ ഒന്ന് വിളിക്കാവോ? ഒരു 5 മിനിറ്റ് ഞങ്ങൾ പുറത്തു നിന്ന് സംസാരിക്കാം. ഇത് കേട്ട് കമലം തലയാട്ടിക്കൊണ്ട് പറയുക, അതിനെന്താ മാഷ് അകത്തിരിക്കെ, ഞാൻ വേദ ഇപ്പൊ വിളിക്കാം. അന്നേരം ശരിയെന്ന് പറയുന്നുണ്ട്. അന്നേരം സിറ്റൗട്ടിൽ മാഷ് നിൽക്കുന്നുണ്ട്. വേദയുടെ അരികിലോട്ട് പത്മം പോയിട്ട് പറയുക, വിക്രത്തിന്റെ അച്ഛൻ വന്ന് നിൽക്കുക, എന്നെ കാണണമെന്ന് എന്തോ സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എന്ത് പറയണം? അന്നേരം ഉടനെ ഇത് പറയുന്നുണ്ട്, വേണ്ട, അച്ഛനോട് ഞാൻ സംസാരിക്കാം, അങ്ങോട്ടേക്ക് വരണ്ട. ഇത്രയും പറഞ്ഞിട്ട് ഇത് താഴോട്ട് വരുന്നുണ്ട്. മാഷിനെ കണ്ടത് വേദയുടെ കണ്ണൊക്കെ നിറയുക. അരികിലോട്ട് പോകുന്നുണ്ട്. അച്ഛന്ന് വിളിക്കുക. നേരം ചിരിച്ചുകൊണ്ട് മാഷ് വേദയോട് പറയുന്നുണ്ട്, എത്ര നാളായി കണ്ടിട്ട്, നോക്ക് സുഖാണോ? നേരം തലയാട്ടിക്കൊണ്ട് അതേന്ന് പറയുന്നുണ്ട്. നേരം മാഷ് പറയുക, ഞാനിപ്പോ വന്നത് വിക്രവും കമലവും ആരും അറിഞ്ഞിട്ടില്ല. അറിയാനുള്ള കാരണം അത് മോൾ എന്നോട് സത്യം പറയണം. ചിലതൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ? നിരുമാഷ് പറയുക, അമ്മയെ തട്ടിക്കൊണ്ടു പോയത് ആരാണെന്ന് ഞാൻ അറിഞ്ഞു. ഇത് കേട്ടത് വേദ വീട്ടിലൂടെ മാഷിനെ നോക്കുക. നിരുമാഷ് പറയുന്നുണ്ട്, ഈ വീട്ടിലെ മോളുടെ ഏട്ടൻ ശ്രീകാന്ത് ആണെന്നാ ഞാൻ അറിഞ്ഞത്. അത് സത്യമാണോ എന്നാ എനിക്ക് വേദയോട് ചോദിക്കാനുള്ളത്. ഇത് കേട്ട് ഞെട്ടിലൂടെ വേദ മാഷിനെ നോക്കുന്നുണ്ട്. നിരുമാഷ് പറയുക, അറിയ വേദ, ഞാൻ അറിഞ്ഞത് സത്യമാണോ? അതുകൊണ്ടാണോ വീട് വിട്ടിറങ്ങിയത്? തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നിൽ വേദ ഇവിടെ വരുത്തിക്കാനുള്ള ശ്രീകാന്തിന്റെ തന്ത്രമാണോ? രണ്ടാമത് പറഞ്ഞതാവും. ശരി. അന്നേരം വേദ അറിയുന്നുണ്ട്. എന്നിട്ട് അശ്വിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയുക, അതേ അച്ഛൻ വിക്രത്തിനെയും ആ വീട് ഉപേക്ഷിച്ച് നിന്നില്ലെങ്കിൽ അച്ഛനെ അവർ. അന്നേരം മാഷ് പറയുന്നുണ്ട്, എന്നെ കാണാതായപ്പോ വിക്രത്തിനോടും ആരോടും പറയാതെ നേരം കാണാതായെന്ന് പറഞ്ഞു. അത് എങ്ങോട്ടാ പോയത്? എനിക്കതറിയണം. അറിയുമോളെ? അന്നേരം വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടൻ അന്ന് എന്നെ വന്ന് തട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് അച്ഛനെ മയക്കുമരുന്ന് തന്ന് എടുത്തിരിക്കുന്നത് എനിക്ക് വീഡിയോയിലൂടെ കാണിച്ചു തന്നു. ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ അച്ഛനെ ഇതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങ് വന്നത്. അച്ഛനോട് ക്ഷമിക്കണം. കരഞ്ഞുകൊണ്ട് ഇത് പറയുന്നുണ്ട്. നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ശങ്കരൻ നിൽക്കുന്നുണ്ട്. വെട്ടലോടെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഗീത വന്നതിന്റെ കാരണം എന്താണെന്ന്. ശ്രീകാന്താണ് അതിന്റെ പിന്നിലെ സൂത്രധാരനെന്ന് നേരം മാഷി പറയുക, മോളെ വിഷമിക്കേണ്ട, ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കും. വിക്രവും മോളും ഒരുമിച്ച് ജീവിക്കും. മോളെ ഈ വീട്ടിലുള്ളവർ തന്നെ വിക്രത്തിന്റെ അരികിലെത്തിക്കും. അത് ഉറപ്പാ. ഇത്രയും പറഞ്ഞു മാഷ് അവിടുന്ന് പോകുന്നുണ്ട്. നേരം കരഞ്ഞുകൊണ്ട് ഇത് അകത്തോട്ട് വരുവാ. നേരം കാണുന്നത് ശങ്കരൻ ഇതെല്ലാം കേട്ട് എമ്പരപ്പോടെ നിൽക്കുന്നതാണ്. നേരം ഇത് കണ്ട് വേദ ശങ്കരനെ നോക്കുന്നുണ്ട്. അരികിലോട്ട് പോവുക. നിരുവേദ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേട്ടോ? നേരം കണ്ണുകളോടെ ശങ്കരൻ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ശ്രീകാന്ത് ആണ്. അല്ലേ? ഇപ്പോൾ നീ ഇവിടെ നിൽക്കാൻ കാരണോ ശ്രീകാന്ത് ആണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം ഞാൻ കേട്ടു. നേരം ഏതാ ശങ്കരനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, എന്താ അച്ഛൻ ഞാൻ ചെയ്യാ? എനിക്ക് വിക്രത്തെ വേണം. ആ വീട്ടുകാരെയും എനിക്ക് മറക്കാൻ പറ്റില്ല. വിക്രത്തെ പിരിഞ്ഞിരിക്കാനും ഓരോ നിമിഷവും നെഞ്ചിൽ തീയുമായ ഈ വീട്ടിൽ ജീവിക്കുന്നത്, ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് അച്ഛാ. ഇത് കേട്ട് ശങ്കരന് ഒത്തിരി വിഷമാവുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരനായ ശ്രീകാന്തിനോട് ായി ദേഷ്യവും തോന്നുക. എന്നിട്ട് ശങ്കരൻ പറയുന്നുണ്ട്, എന്ത് വേണോന്ന് എനിക്കറിയാം, അവള് വിഷമിക്കണ്ട. ഇനി ശ്രീകാന്ത് കാരണം അവൾ കരയേണ്ടി വരില്ല. അതുപോലെ വിക്രത്തിനും കുടുംബത്തിനും അവൻ ഇനിയൊരു ശല്യമാവില്ല. അതിനെന്ത് വേണോന്ന് എനിക്കറിയാം. നീരും ആശ്വാസത്തോടെ ശങ്കരനെ നോക്കുന്നുണ്ട്. നേരം ശ്രീകാന്തിനെ കാണാനായി ശ്രീകാന്തിന്റെ കമ്പനിയിലോട്ട് പോകും. അവിടെ എത്തി ശ്രീകാന്തിന്റെ അരികിലോട്ട് പോകുന്നുണ്ട്. അശ്വിനെ കണ്ട് ശ്രീകാന്ത് പുച്ഛത്തോടെ നോക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും വന്ന് കയറേണ്ട സ്ഥലമല്ല ഇത്, ഇതെന്റെ ഓഫീസാണ്. ആനന്ദിനെ ഇങ്ങോട്ട് വന്നത് വേദയും നിങ്ങളുടെ മകനും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു കഴിഞ്ഞു. ഒരു ബന്ധവും നിങ്ങളുടെ കുടുംബവുമായി ഇല്ല. ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട്, ഇത് ശ്രീകാന്ത് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാനാ. വിക്രത്തിനെയും വേദനയെയും ഏർപിരിക്കാനായി നീ നടത്തിയ നാടകം ഗംഭീരമായിട്ടുണ്ട്. ഇതിനുവേണ്ടി എന്നെ തട്ടിക്കൊണ്ട്
തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് തന്ന് മഴയ്ക്ക് കിടത്തി വേദയെ ഭീഷണിപ്പെടുത്തി ആ വീട്ടിൽ നിന്ന് ഇറക്കിച്ചത് ഈ ഒറ്റ ഒരുത്തനല്ലേ? ഇത് കേട്ടത് ശ്രീകാന്ത് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇയാളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ഞെട്ടലിൽ ശ്രീകാന്ത് നോക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് പറയുക, എനിക്കെന്തോ വട്ടായോ? ഞാനെന്തിന് തന്നെ തട്ടിക്കൊണ്ടു പോണം? അത് നിങ്ങളുടെ മകന്റെ ആരെങ്കിലും ശത്രുക്കളായിരിക്കും. എനിക്കതിന്റെ ആവശ്യമില്ല. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നിരമാശ പറയുന്നുണ്ട്, നീ എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും അതിന് സാക്ഷികളുമുണ്ട്. നീയാണ് അതൊക്കെ ചെയ്യിച്ചതിനുള്ള തെളിവും എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ, നീ പിന്നെ അകത്താ. അത് ചെയ്യാത്തത് വിക്രം ഇതെല്ലാം അറിഞ്ഞ നിന്നെ പിന്നെ വെച്ചേക്കത്തില്ല. വീണ്ടും എന്റെ മകൻ കഴിയതുപോലെ തല്ലിനിറങ്ങാതിരിക്കാൻ വേണ്ടിയാ ഞാനത് ആരോടും പറയാത്തത്. ഇത് കേട്ട് ശ്രീകാന്ത് അമ്പരം നിൽക്കുന്നുണ്ട്. നിരമാഷ് പറയുക, ഞാനിപ്പോ നിന്നെ കാണാൻ വന്നതെന്നെങ്കിൽ ഇന്ന് വേദേനെ വീട്ടിലെത്തിച്ചിരിക്കണം. അതായത് വിക്രം സുധാകരന്റെ വീട്ടിൽ വിക്രത്തിന്റെ ഭാര്യയായി അവള് താമസിക്കേണ്ടത് ആ വീട്ടിലാണ്, അല്ലാതെ നിങ്ങളുടെ വീട്ടിലല്ല. വീട്ടിലേക്ക് വരുത്തിച്ച ആള് തന്നെ വേദയെ കൊണ്ട് വിടുന്നതല്ലേ ഇതിന്റെ മര്യാദ? ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ആനന്ദ എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ വേദ എങ്ങോട്ടും വിടാൻ പോകുന്നില്ല. അതിനല്ല ഇത്രയൊക്കെ ഞാൻ ചെയ്തത്. ഞാൻ എന്താന്ന് വെച്ചാ നേരം മാഷ് പറയുന്നുണ്ട്, ഇന്ന് തന്നെ വേദ വീട്ടിലെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്ക് വിക്രത്തിനോട് പോലീസിനോട് പറയേണ്ടി വരും. പിന്നെ അത് നിന്റെ അച്ഛനും അറിയും. വെറുതെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി വെക്കേണ്ട. ദേഷ്യത്തോടെ കൈ ചൂണ്ടിക്കൊണ്ട് മാഷ് പറയുന്നുണ്ട്. ഒരു വാണിംഗ് പോലെ ഇത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരം ദേഷ്യത്തോടെ മാഷിനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി ഒരൊറ്റ മാർഗമേ തന്റെ മുന്നിലുള്ളൂ. മാഷിനെ ഇല്ലാതാക്കുക എന്ന് കളഞ്ഞാൽ മാത്രമേ എനിക്കിനി രക്ഷയുള്ളൂ എന്ന് ശ്രീകാന്ത് തീരുമാനിക്കുന്നുണ്ട്. ഇട്ടെന്ന് ഫോണിൽ വിളിച്ചു. അന്നേരം ശ്രീകാന്ത് ഉടനെ കുണ്ടുകളി ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് മാഷിനെ വണ്ടി ഇടിച്ച് തട്ടിക്കളയാനായി. പോലിക്കും ഉടനെ ശങ്കരൻ ഓഫീസിലേക്ക് വരുക. ശങ്കരനെ കണ്ടത് ശ്രീകാന്ത് ആകെ വിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, അച്ഛനെന്തിനാ അങ്ങോട്ട് വന്നത്? വരാറുള്ളതല്ലോ, എന്ത് പറ്റി? നേരം ദേഷ്യത്തോടെ ശങ്കരൻ ചോദിക്കുന്നുണ്ട്. സുധാകരൻ മാഷ് ഇവിടെ വന്നിരുന്നോ? നേരം ഭയന്നുകൊണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ലച്ചാ, അയാൾ എന്തിനാ ഇവിടെ വരുന്നത്? അയാൾക്ക് എന്ത് കാര്യം? കേട്ട് ശങ്കരൻ പറയുന്നുണ്ട്, ഈ കള്ളം പറയേണ്ട, ആ CCTV പരിശോധിക്കും, സത്യം പറയാനാ പറഞ്ഞത്. നേരം ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ അച്ഛാ, അയാൾ വന്നിരുന്നു, പോയതേ ഉള്ളൂ. നേരം ശങ്കരൻ ശ്രീകാന്തിന്റെ അരികിലോട്ട് ദേഷ്യത്തോടെ വരുന്നുണ്ട്. ആ കരണത്ത് ഞടിച്ചിട്ട് ഷർട്ടിൽ പിടിച്ച് സുമരനോട് ചേർത്ത് നിർത്തിയിട്ട് പറയുക, നീയാണല്ലേ ആഷിനെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിൽ? എല്ലാം ഞാൻ അറിഞ്ഞു. ആഷിന് എന്തെങ്കിലും സംഭവിച്ച അതിന് കാരണക്കാരൻ നീയായിരിക്കും. നിനക്ക് ശിക്ഷ വിധിക്കുന്നത് ശങ്കരനാരായണനായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നീ വേദേനെ വിക്രത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. പിന്നെ ഈ ഓഫീസിൽ ഇനി മുതൽ നീ വരണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം. വേറെയും പല തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നീ ചെയ്യേണ്ടത് വേദേ വീട്ടിൽ പോയി ഡ്രസ്സും ബാഗുകളും എല്ലാം എടുത്ത് വിക്രത്തിന്റെ വീട്ടിൽ കൊണ്ടുവിടണം. ഇപ്പോൾ ഈ നിമിഷം തന്നെ. അതുപോലെ ആരെങ്കിലും വിട്ട് ആഷിനെ എന്തെങ്കിലും നീ ചെയ്ത ഈ ശങ്കരന്റെ വേറൊരു മുഖം നീ കാണും. നേരം ശ്രീകാന്ത് ആകെ തെറ്റിദ്ധരിച്ച് നിൽക്കുന്നുണ്ട്. ഇടിച്ച് വിറച്ചുകൊണ്ട് ഇതുകൊണ്ട് പറയുക, അച്ഛൻ എന്നോട് ക്ഷമിക്കാൻ. നേരം ശങ്കരൻ പറയും, എന്റെ മാപ്പൊന്നും എനിക്ക് വേണ്ട, ഇപ്പൊ പോണം നീ. നേരം ഉടനെ ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട്. അരൽ കയറി ഗുണ്ടകളെ വിളിച്ച് പറയുക, ഇയാളെ ഒന്നും ചെയ്യണ്ട, ഇയാൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. നേരം ഗുണ്ട കഴിച്ചു പോകുന്നുണ്ട്. ആഷിനെ ഇട്ടിക്കാൻ വരുന്നേരം ശ്രീകാന്ത് വിളിച്ച് പറയുക. കേട്ടത് ആഷി തലനാരിഴയ്ക്ക് ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി വേദയോട് പറയുക, നീ പെട്ടെന്ന് റെഡിയാവും, നിന്നെ ഞാൻ വിക്രത്തിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. അത് കേട്ട് ഞെട്ടലോട് ഏത് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? നേരം ശ്രീകാന്ത് പറയുക, ഇത്തവണ നീയോ അവന് രക്ഷപ്പെട്ടു, പക്ഷേ ആ രണ്ടുപേരും വെറുതെ വിടില്ല, നിങ്ങളെ തമ്മിൽ ഞാൻ അകറ്റിയിരിക്കും. പെട്ടെന്ന് റെഡിയാവ്, ഇപ്പൊ തന്നെ ഇതയുടെ ബാഗേഴ്സ് ഒക്കെ എടുത്തു വെച്ചേക്കും. എടുത്തുകൊണ്ട് ഇതയുടെ കൈ പിടിച്ച് ശ്രീകാന്ത് മുറി വെട്ടി പോകുന്നുണ്ട്. നേരം ഞെട്ടലോട് ഏത് നിൽക്കുക. പെട്ടെന്ന് ശ്രീകാന്തിന് എന്ത് സംഭവിച്ചു? ഒരു നിമിഷം കൊണ്ട് എന്ത് മറിമായമാണ് നടന്നതെന്ന് ഏത് ചിന്തിക്കുന്ന മാഷ് വീട്ടിലെത്തുമ്പോഴേക്കും ഇതേയും കൊണ്ട് ശ്രീകാന്ത് വിക്രത്തിന്റെ വീട്ടിലെത്തുന്നുണ്ട്. നേരം പത്മോ ഇത്തിയും എല്ലാരും അമ്പരന്ന് നിൽക്കുക. വിക്രമ നേരെ ക്ഷമിച്ച് കൈവരയിൽ ഇരിക്കുന്നുണ്ട്. മാഷിനെ കൺക്രം നോക്കിയിട്ട് പറയുക, അച്ഛൻ എങ്ങോട്ട് പോയതാ? നേരം മാഷ് പറയുന്നുണ്ട്, അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ടായിരുന്നു. വിഷമിക്കേണ്ട ഏതാ, ഇത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വരും, അച്ഛന്റെ വാക്ക. അത് പറഞ്ഞത് വിക്രം അമ്പരന്നിട്ട് തൊട്ട് നോക്കുന്നുണ്ട്. നേരം മാഷ് നോക്കുമ്പോ ഇതയുടെ കൈ പിടിച്ച് ശ്രീകാന്തിന്റെ കൈയേക്കുമായി എന്റെ പേര് നിൽക്കുക. നേരം ശ്വസിക്കാനാവാ വിക്രവും വേദയും പരസ്പരം നോക്കുന്നുണ്ട്. കണ്ണെടുക്കാതെ. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതേ ഞാൻ കൊണ്ടുവിടാൻ വന്നതാ. ഏത് നിൽക്കേണ്ടത് ഈ വീട്ടില. ഇതയുടെ ഭർത്താവ് വിക്രം ആയതുകൊണ്ട് തന്നെ ഇനി ഇത് താമസിക്കേണ്ടത് ഈ വീട്ടില. നേരം മാഷിനെ നോക്കി ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം മാഷെ, വിക്രം മാപ്പ് ചെയ്ത തെറ്റുകൾക്കൊക്കെ. എന്നിട്ട് വേദയെ നോക്കി പറയുക, ക്ഷമിക്കണം മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും ഈ വീട് വിട്ട് എനിക്ക് ഇറങ്ങിയിട്ട് വരില്ല. ഇവരുടെ മുന്നിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്നുണ്ട്. നേരം സന്തോഷത്തോടെ കണ്ണുകളോടെ ഏതയുടെ അരികിലോട്ട് വിക്രം വരുന്നുണ്ട്. നേരം മാഷും കമലവും ശ്രീജയും നന്ദിനി എല്ലാവരും പരന്ന് നോക്കുന്നുണ്ട്. ഈ കാഴ്ച നേരം നിറ കണ്ണുകളോടെ വേദ വിക്രത്തെ നോക്കി ചിരിക്കുന്നുണ്ട്. വിക്രം ഓടിപ്പോയി ഏതയെ കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇത്രയും നാള് കാണാത്തതിന്റെയും സംസാരിക്കാത്തതിന്റെ എല്ലാ സ്നേഹം ഒരു നിമിഷം കൊണ്ട് ഇതയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. നേരം ഇത് കണ്ട് മാഷും കമലവും സന്തോഷത്തോടെ നിൽക്കും. ഈശ്വത്തോടെ നന്ദിനിയും അങ്ങനെ വിക്രവും വേദയും വീണ്ടും ഒന്നാകുന്നുണ്ട്. അവരാഗ്രഹിച്ചത്